കവർച്ചയ്ക്കിടെ വൃദ്ധയെ തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് നടക്കുന്ന സംഭവമുണ്ടായത്. അട്ടയാമ്പതി സ്വദേശി സരസമ്മാളിനെയാണ് പ്രദേശവാസികളായ യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. കഴിഞ്ഞ മാസം 10-നാണ് ഇവരെ കാണാതാകുന്നത്. സംഭവത്തിൽ പ്രദേശവാസിയായ യുവാവ് പോലീസ് പിടിയിലായി. കവർച്ചയ്ക്കും കൊലപാതകത്തിനും ഇയാളെ സഹായിച്ച 17-കാരനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അറിയില്ല, ഇവിടെ ആ അമ്മനെ കാണാല എന്നാണ്. അങ്ങനെയാണ് അവിടെ പോസ്റ്റർ ഒട്ടിയിരിക്കുന്നത്. ആ അമ്മനെ കാണാല, എന്താ സാർസാറിന് കാണാല. ഇപ്പൊ ഈ വയസ്സായതല്ല എവിടെയെങ്കിലും പോയി നിൽക്കുന്നുണ്ട്. അവന്റെ പേരനെ മകനൊക്കെ ഇടയിലടയിൽ പോലീസ് വരാറുണ്ട്. അപ്പൊ ഇവിടെ വന്നിപ്പോ എൻക്വയറി ഒക്കെ ചെയ്തിട്ട് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ അതൊന്നും കാര്യമായി എടുത്തില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്ന നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്താ സാർസാറിനെ കാണാല എന്ന് വെച്ചിട്ട് ഇരുന്നതാണ്. ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് വരുമ്പോഴാണ് ഈ സംഭവം ഇങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. അറിയില്ല. ആ ചക്ക ആദ്യം അവരെന്തോ വാക്ക് തർക്കം പറഞ്ഞിട്ട് ഒരു ചക്കനെ വെട്ടിയിട്ടുണ്ട്. കയ്യിലൊക്കെ വെട്ടി മുറിവാക്കിയിട്ട് ആ ചക്ക ഒരുപാട് സുഖൂലൊക്കെ പറഞ്ഞിട്ട് വന്നാണ്. അപ്പോൾ ആ ചക്ക മറുപടിയും വരും. പരോൾ ഇവിടെ വന്ന് ജയിലിൻ്റെ അത് കഴിഞ്ഞ് വന്നപ്പോഴേ ഞങ്ങൾക്കൊക്കെ പേടി തന്നെ. 15 വയസ്സായ ചക്കനെ കണ്ട് പേടിക്കേണ്ട നിലമയായി ഇപ്പോൾ ഞങ്ങൾക്ക്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന യുവാവ് ഇതിനു മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, ശരിക്കും ആ നാടിനെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് സരസമ്മാള് കൊഴിഞ്ഞാമ്പാറ വടകരപ്പതി അട്ടയാമ്പതി സ്വദേശി സരസമ്മാളിനെ കാണാതാവുന്നത്. 12-ാം തീയതിക്ക് സരസമ്മാളിന്റെ മോള് കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. അതിനുശേഷം പോലീസ് FIR ഇട്ട് അന്വേഷിച്ചു വരികയായിരുന്നു. അപ്പൊ പോലീസ് അന്വേഷിച്ചു വരുന്നത് ഈ പ്രദേശത്ത് സമീപത്തുള്ള പ്രദേശവാസികളെല്ലാം അന്വേഷിച്ചു വരുമ്പോൾ അടുത്ത 2 യുവാക്കൾ ഇപ്പോൾ അറസ്റ്റിലായ ഒരു യുവാവ് ഇതിനു മുൻപും അവിടുത്തെ പ്രശ്നക്കാരനും അത് മാത്രമല്ല ഒരു അടിപിടി കേസിൽ ഒരാളെ വെട്ടിയ കേസിലെ പ്രതിയുമാണ്. കുറച്ചു കാലം അയാൾ ജയിലിലുമായിരുന്നു. അതിനുശേഷം പുറത്തു വന്ന ശേഷം സരസമ്മ പുറത്തു വരികയും പുറത്തു വരുന്നു. ഒരു ദിവസം കഴിഞ്ഞ 10-ാം തീയതി സരസമ്മാളിന്റെ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നതും അതിലുള്ള സരസമ്മാളിന്റെ ദേഹത്തുള്ള സ്വർണ്ണാഭരണമാണ് ഇവരിന് മോഷ്ടിക്കാനാണ് ഇവരുടെ ലക്ഷ്യം. അതിനെ സ്വർണ്ണാഭരണം മോഷ്ടിക്കുന്നതിനിടെ സരസമ്മാളിനെ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. അതിനുശേഷം സമീപത്തുണ്ടായിരുന്ന ബാത്റൂമിൽ ഉള്ള ഒരു ഇരുമ്പിന്റെ ഡ്രം ഉണ്ടായിരുന്നു. ആ ഡ്രമ്മില് ഈ സരസമ്മാളിന്റെ മരിച്ച സരസമ്മാളിനെ അതിലിട്ട് കത്തിക്കുന്നു. പാതി കത്തിയ മൃതശരീരം പുറത്തെടുത്ത് ഒരു ചാക്കിലാക്കി സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ കുഴിച്ചിട്ടു എന്നാണ് ഇപ്പോൾ പോലീസിന് ഇവർ കൊടുത്ത മൊഴി എന്നാണ് നമുക്ക് പുറത്തു അറിയാൻ കഴിയുന്നത്. അതുമാത്രവുമല്ല, ഈ സരസമ്മാൾ കോയമ്പത്തൂരും ഉക്കടത്തിലൊക്കെ പോയി പച്ചക്കറി വാങ്ങിച്ചു കൊണ്ടുവന്ന് സമീപത്തുള്ള ആളുകൾക്ക് വിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ ഒറ്റയ്ക്കാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ പരിസരവാസികളെല്ലാം 10-ാം തീയതി മുതൽ സരസമ്മാളെ കാണാനില്ല എന്ന് പറയുന്നതും എന്ന് അറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ കുറച്ച് ദിവസങ്ങളായി പോലീസ് അവിടെ അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഇങ്ങനൊരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുശ്രീ, പ്രജിത്ത്, അതുപോലെ തന്നെ ഈ പ്രതിയെ സഹായിച്ച 17-കാരൻ പ്രായപൂർത്തി പോലും ആകാത്ത ഒരു യുവാവാണ്. ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ആരാണ് അയാൾ? കൂടുതൽ വിവരങ്ങൾ ഒളിവിൽ പോയതാണോ? എവിടെയാണ് ഉള്ളത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ പോലീസിന്? പോലീസ് പറയുന്നത് ഇതിൽ ഇയാൾക്ക് സഹായിക്കാൻ കൂടി ഒരു പ്രായപൂർത്തിയാകാത്ത ഒരാൾ കൂടി ഇതിലുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ പിടിയിലായത് 19-കാരനാണ്. ഇയാൾ മുൻപ് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണ്. നാട്ടുകാർക്കെല്ലാം ഇവർ ഭയങ്കര ശല്യമാണ് എന്നാണ് ഇപ്പോഴത്തെ അവിടുത്തെ പരിസരവാസികൾ നമ്മളവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതാണിപ്പോൾ നമുക്ക് പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. അനുസരിച്ച് ശരി, പാലക്കാടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കവർച്ചയ്ക്കിടെ വൃദ്ധയെ തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു. ഇപ്പോൾ ഒരു പ്രതി അതിൽ പിടിയിലായിരിക്കുകയാണ്. കൂടാതെ ഒരു 17-കാരൻ കൂടി പ്രതിയെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇയാൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രജിത്ത് കോങ്ങാടാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.